നമസ്തേ. ആഹ് ഇന്ന് നമ്മളെ ആഹ് ആത്മാക്കളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം തരാനായി. കാരണം ആഹ് സമൂഹത്തില് പല വ്യക്തികളും ഇപ്പോ ദേവി കയറി അല്ലെങ്കിൽ ആഹ് ആത്മാക്കൾ കയറി അങ്ങനെ പല പല ഇതുണ്ടാവാറുണ്ട്. അങ്ങനെ മേത്ത് കയറി കഴിയുമ്പോൾ പല പല എക്സ്പ്രഷൻസ് കാണിക്കാറുണ്ട്. ഇതൊരു ഗുരുക്കന്മാരിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിയണം. കാരണം ഗുരു ശിഷ്യബന്ധത്തിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് റിയൽ ആയിട്ട് നോക്കിയില്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ ബോഡിയിൽ സോളാണോ കയറണേ, അതോ റിയൽ ദേവി ദേവന്മാരാണോ കയറുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. രണ്ട് രണ്ട് എക്സ്പ്രഷൻസ് പറഞ്ഞു. ഒരു ഒരു സ്ഥലത്ത്, ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല, ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഡിസ്കഷനിലിരിക്കുന്ന സത്സംഗിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഒരാളുടെ മേത്ത് ഒരു സോള് കയറാം. ആ സോള് കയറുമ്പോൾ അദ്ദേഹം ഇടിഞ്ഞു ഒളിഞ്ഞായിരിക്കുന്ന ഒരു ഇരുപ്പത്തില് നേരെ ഇടിഞ്ഞു താഴത്തേക്ക് വീഴുക, തലയിടിച്ച് വീഴുക. എന്നിട്ട് അദ്ദേഹം കിടന്ന് കരയുക, അയ്യോ മക്കളെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. അങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രണ്ടുപേരും രണ്ട് കയ്യിലും പിടിച്ച് അയാൾ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ദേവി കയറുന്നതായിരിക്കില്ല. അങ്ങനെ ദേവി കയറുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കും. ഒന്ന് വന്നിട്ട് ആ ദേവി കയറുമ്പോൾ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് എനർജി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ബോഡിക്ക് വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുള്ളി തുടങ്ങും. ഇപ്പൊ നമ്മൾ ഒരു ചില വെളിച്ചപ്പാടുകളൊക്കെ നമ്മൾ ജസ്റ്റ് ചെറിയ എനർജി പ്രസൻസ് കിട്ടുമ്പോഴേക്കും തുള്ളാൻ തുടങ്ങും. ഒരിക്കൽ നമ്മൾ കൊടുങ്ങല്ലൂർ പോയപ്പോൾ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഞങ്ങൾ ചെന്ന് ജസ്റ്റ് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും കറക്റ്റ് നേരം മുമ്പിൽ എന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴേക്കും അവർ തുള്ളാൻ തുടങ്ങി. ഞാൻ നിർത്താൻ പറഞ്ഞു. നിർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് സഡനായിട്ട് സ്റ്റോപ്പായി. അപ്പൊ ഇതാണ് ആ മാനസികാവസ്ഥയാണ്. ചെറിയ എനർജി പ്രസൻസ് കിട്ടുമ്പോഴേക്കും ഇവർ ഇങ്ങനെ തുള്ളാൻ തുടങ്ങും. തുള്ളി ആ എനർജി മുഴുവൻ വേസ്റ്റായി പോവുക ചെയ്യുക. ശരിക്കും ആക്ച്വലി യോഗിക് ഫേസിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾ അബ്സോർബ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ആചരണപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോസ്മിക് എനർജിയും അല്ലെങ്കിൽ ദേവി ദേവന്റെ എനർജി നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ തുള്ളി തീർത്ത് കഴിഞ്ഞാൽ അവസാനം അത് ക്ഷീണിച്ച് അവശതയാവും. അങ്ങനെ പോകുന്നവരുണ്ട്. അതല്ല, ചിലവർക്ക് ആ എനർജി കിട്ടിക്കഴിഞ്ഞിട്ട് ആ എനർജിയിൽ ഹൈ എൻഡ് എനർജി ഈവൻ ആ തുള്ളി തീർന്നു കഴിഞ്ഞാലും ആ ഹൈ എൻഡ് എനർജി നിൽക്കുന്നത് അത് വളരെ അപൂർവം വരെ ഉണ്ടാവുള്ളൂ. കൂടുതലും പേരും തളർന്ന് ക്ഷീണിച്ച് അവശതയിൽ കിടക്കുന്നവരായിരിക്കും കൂടുതലും വരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് അവരെ ബോഡിക്ക് തന്നെ അത് ശരിയാ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇവിടെ സോള് കയറിയിട്ടുള്ള ആളുടെ അനുഭവമാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതില് അദ്ദേഹം അവിടെ വീണ് കിടന്നു. അവസാനം എഴുന്നേൽപ്പിച്ചിരുത്തി. ഈ എഴുന്നേൽപ്പിച്ചിരുത്തിയതിന് ശേഷവും ഈ സോൾ എന്താ ചെയ്യുന്നത്, ഈ ഇദ്ദേഹത്തിനെ കൊണ്ട് വേറെ പലരും വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ പല സ്ത്രീകൾക്ക് ഫോൺ ചെയ്യിപ്പിക്കുക, അവരോട് സംസാരിക്കുക. ഒരു ദേവി ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു ബാഡ് കോൾസ് പോകില്ല. അവർ എന്തിനാ വിളിച്ചു വരുത്തുന്നത്? കാരണം അവർക്ക് ഓൾറെഡി ഇൻഡ്യൂഷൻ ഉള്ളതല്ല. ആ ഇൻഡ്യൂഷൻ വഴി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നല്ലോ. അപ്പൊ എന്തിനാ ഫോൺ വഴി വിളിക്കുന്നത്? അപ്പോ അങ്ങനെ വരുന്നതിന്റെ മെയിൻ കാരണം ഇതാണ്. ഒരു ബാഡ് സോള് നമ്മുടെ ശരീരത്തിൽ കയറുന്ന ഉണ്ടാവുന്ന അനുഭവമാണ് വരുന്നത്. അത് കുറച്ചു കാലം നമ്മൾ ഇതിനെ വിളിച്ചു വരുത്തി. തുടക്കത്തിൽ ചിലപ്പോൾ അറിയാണ്ട് കയറുന്നതായിരിക്കും. പിന്നീട് ഇതൊരു പ്രാക്ടീസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളിനെ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു സ്ഥിരം പരിപാടിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എപ്പോ സ്മരിച്ചാലും ഈ സോൾ ഔട്ട് വന്ന് അപ്പൊ ആ ഒരു അനുഭവം ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേറൊരു ഒരു 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 അമ്മയ്ക്ക് ഉണ്ടായ അനുഭവം കൂടി പറയും. ആ അമ്മയുടെ മേത്ത് സോള് കയറും. പറഞ്ഞിരിക്കാല് ആരെങ്കിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തേക്ക് വന്ന് ദേഹത്ത് കയറുന്ന വഴി അവര് വേറെ എന്തൊക്കെയോ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവരെ കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷെ എന്തൊക്കെയോ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല, അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അവസാനം അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞു, മോനെ ഒന്ന് നോക്കി എന്താ സംഭവം എന്നറിയില്ലേ എന്നത്. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്ന ഈ ഇവിടെയുള്ള മറ്റേ
കൽക്കട്ടയിലുള്ള കാളി ദേഹത്ത് കയറണമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ അവര് ഉപയോഗിക്കുന്ന ഭാഷയൊന്നും ബംഗാളി ഭാഷയല്ല. അപ്പോ ആ കാളി രൂപം മേത്ത് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം അമ്മോട് പറഞ്ഞു, അമ്മയുടെ രൂപത്തിൽ മേത്ത് കയറുന്ന ആ ദേവിനെ വിളിച്ചു വരുത്തപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തി നോക്കി കഴിഞ്ഞപ്പോൾ പാലി ഭാഷ സംസാരിക്കുന്നു. ആ അമ്മയുടെ മേത്ത് കയറിയിരിക്കുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സോൾ തന്നെയാണ് അത്. പക്ഷെ നല്ല സോളാണ്. അപ്പൊ ഈ സോള് വന്നിട്ട് ഇതൊരു ഭൂട്ടാനിലുള്ള ഒരു മരിച്ച ഒരാളുടെ സോളാണ്. അപ്പൊ അദ്ദേഹം വന്ന് കയറുകയും അദ്ദേഹം പാലി ഭാഷ സംസാരിച്ച് തിരിച്ചു പോവുകയും ചെയ്യുക. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് പോണ സമയത്ത് അമ്മ ഒരു കോട്ടുവായ ഇടും. ആ കോട്ടുവായിട്ട് തീരുന്നതിനനുസരിച്ചിട്ടാണ് ഈ സോള് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഒരു ഒരു ദേവി വന്ന് മേത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു കോട്ടുവായയുടെ സംഭവം ഉണ്ടാവില്ല. കാരണം തീർന്നു കഴിയുമ്പോൾ അവിടെ ഫുൾ സറൗണ്ടിങ്സും അമ്മയ്ക്കും എനർജി ഹൈ എൻഡ് ആയിരിക്കും. ഹൈ എൻഡ് എനർജി നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും കോട്ടുവായിടാൻ പാടില്ല. അപ്പൊ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ്. രണ്ട്, അമ്മ വരുന്നുണ്ടെങ്കിൽ 90% ദേവിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗന്ധമായിരിക്കും. എന്തെങ്കിലും മുല്ലപ്പൂവിന്റെയോ ചെമ്പപ്പൂവിന്റെയോ അങ്ങനെ പല പല തരത്തിലുള്ള സുഗന്ധങ്ങൾ ഇങ്ങനെ ആ റൂമിൽ ഇങ്ങനെ വന്നുപോയി. അതാണ് രണ്ടാമത്തെ പോസിറ്റീവ്. മൂന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ, നമുക്ക് മാത്രമല്ല, ഇരിക്കുന്ന സത്സംഗത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈ അമ്മയുടെ എനർജി ഫീൽ കിട്ടും. ഇത് മൂന്നും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അമ്മ വന്നു നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോയി, അല്ലെങ്കിൽ അമ്മയുടെ ഇതാണ് ശരീരത്തിൽ കയറി അവരുടെ ശരീരത്തിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരുക പറയാൻ പറ്റും. അല്ലാത്ത കേസുകളിലൊക്കെ ശരിക്കും ഏതെങ്കിലും ഒരു ആത്മാവ് ഒന്ന് ചേർന്ന് വരും. അത് ചിലപ്പോൾ ശുദ്ധാത്മാവാകും, ചിലപ്പോൾ ദുരാത്മാവാകും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞ് അതിനെടുത്ത് കളയുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ നമ്മൾ എന്നും അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളുടെ ആ സമയത്ത് ഇത് കയറി കഴിയുമ്പോൾ ഉള്ള സ്വഭാവ രീതിയിൽ ഭയങ്കര മാറ്റം വരും. നമ്മളായിരിക്കില്ല, നമ്മുടെ സ്വഭാവമായിരിക്കില്ല അവിടെ നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ദുഷ്പേര് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുരുക്കന്മാർക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ശിഷ്യന്മാർക്കും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശിഷ്യന്മാര് വളരെ ശ്രദ്ധിക്കണം. ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനൊരു അനുഭവം നമ്മൾ. അപ്പോൾ ശരിക്കും ഗുരു ശിഷ്യ ബന്ധത്തിൽ നിൽക്കുമ്പോൾ, സത്സംഗത്തിൽ നിൽക്കുമ്പോൾ ഈ ദേവിയുടെ എല്ലാ അനുഭവങ്ങളും നല്ല അനുഭവങ്ങൾ കിട്ടിയാൽ മാത്രമേ അത് ദേവി വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും വേറൊരു രീതിയിൽ അങ്ങനെ ഓരോ ദേവീദേവന്മാര് വന്നതായിട്ട് പറയും. സ്വപ്നത്തിലൂടെ ഇങ്ങനെ പലതും കാണിച്ചു തരാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സ്വപ്നത്തിലൂടെ നമുക്ക് കിട്ടുന്ന ദർശനം 90% മായയായിരിക്കും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാൻ കഴിവുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾക്കൊക്കെ മായനെ കുറിച്ച് ശിഷ്യന്മാർ പറയുമ്പോൾ ആ കിട്ടുന്ന പ്രസൻസിൽ ആ പറയുന്ന ആ സെക്കൻഡിൽ ആ എനർജി പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്താണോ കണ്ട ആളുടെ പ്രസൻസ് നമുക്കപ്പോൾ അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ അത് ഡ്രീമിൽ വരികയാണെന്നുണ്ടെങ്കിൽ 90% മായയായിരിക്കും. മറിച്ച് ധ്യാനത്തിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ധ്യാനത്തിൽ ഒരു 80% നമുക്ക് അത് റിയാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോ ഇപ്പൊ പലരും മായയിൽ ഡ്രീമിൽ അത് കണ്ടു ഇത് കണ്ടു എന്നും പറഞ്ഞിട്ട് പല പ്രതിഷ്ഠകൾ നടത്തുന്നു, പല സ്ഥലത്ത് ഇങ്ങനെ ഓടിയെടുക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. കണ്ടമാനം അവര് ടൈമും വേസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോ ഇതൊക്കെ നമ്മൾ മായയിലാണ്. മായ ലോകത്ത് ഒരു കാരണവശാലും പെട്ടുപോകരുത്. ഭൂമിയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ശരീരം എടുത്തു കഴിഞ്ഞവർക്ക് എന്തായാലും മായ പിടിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് മായ, എന്താണ് റിയാലിറ്റി എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേടായി നോക്കണം. അതിലാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുസ്ഥാനത്തുള്ള ഓപ്പൺ ആയിരിക്കുന്ന അവരിൽ നിന്നും നിങ്ങൾ അവരെ അവർ സംസാരിച്ച് അവരിൽ നിന്നും
ഉപദേശം തേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മായപ്പെട്ട് നമ്മുടെ ലൈഫ് വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ചിലർക്ക് സ്വപ്നത്തിൽ യാഗം നടത്തണം. ഇവിടെ നമ്മുടെ അടുത്ത് വന്ന ഒരു 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 യോഗിനി മാതാവ് എന്നുവെച്ചും പറഞ്ഞു, ഇങ്ങനെ സ്വപ്നത്തിൽ എനിക്ക് യാഗം നടത്താനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് അത് ആ യാഗത്തിന്റെ ലക്ഷ്യം എത്രയോ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് ഒരു മായയിൽപ്പെട്ട് കിടക്കുന്നതാണ്. മായയിലൂടെ അവിടെ മായലോക അവര് സ്വപ്നത്തിലാണ് അത് ദർശിച്ചിരിക്കുന്നത്. ആ ദർശനം റിയാലിറ്റി അല്ലായിരുന്നു. അത് അവരോട് മുഖത്ത് വയ്ക്കാൻ പറയുന്നത്. പക്ഷെ ഓൾറെഡി അവർ യാഗമൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ ഇതെന്താ കുഴപ്പമില്ല, ഇവര് സോൾസിനെ മോക്ഷം എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാഗം ചെയ്യുന്നു. അപ്പൊ ഇവര് ഇത്രയും പേരെ വിളിച്ചു വരുത്തുന്നത് ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി വേണം. ഈ സോൾസിനെ എല്ലാവരും ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. എല്ലാ ടൈപ്പ് സോൾസും അവിടെ വരും. അപ്പൊ ഇത് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഭയങ്കര വരും. അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ആക്ച്വലി ഗുരുപരമ്പരയിൽ കിട്ടുന്ന ആ റിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും സംഭവിക്കില്ല. കാരണം അത് ഗുരുക്കന്മാർ നോക്കി ഗുരു എന്ത് പറഞ്ഞു അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവിന്റെ ഇതാണ് നമ്മളെ രക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. തിരിച്ച് മായപ്പെട്ടിട്ട് അത് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടുപോയി കഴിഞ്ഞാൽ അത് മുഴുവൻ ഉത്തരവാദിത്വം അത് നമ്മുടെ തലയിലാവും. നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് പിന്നീട് കാലത്ത് എത്ര പ്രാശ്ചിത്യം ചെയ്താലും അത് തീരാൻ പറ്റാത്ത യാഗം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ നെഗറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കും. കാരണം കുറെ പേരെ ആ പ്രപഞ്ചത്തിന്റെയും ആ പരിസരത്തെയും അവിടെ വന്ന ആൾക്കാരുടെയും ഒക്കെ ആവാഹനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് താങ്ങാനുള്ള കപ്പാസിറ്റി, കത്തിച്ചു കളയാനുള്ള കപ്പാസിറ്റി ചെയ്യുന്ന ആചാര്യനുണ്ടായിരിക്കണം. അപ്പോ അങ്ങനെയും പലരും പല രീതിയിലും മായയിൽപ്പെട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തേർഡ് ഐ ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് ഒരു നിർദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ മായയിൽപ്പെട്ടു പോകും. അത് അനുഭവിച്ച് ഈ ജന്മം അങ്ങനത്തെ ഈ ജന്മമല്ല, അത് തീരാൻ വേണ്ടി ചിലപ്പോൾ വീണ്ടും അനേക ജന്മങ്ങൾ എടുക്കേണ്ടി വരും അനുഭവിച്ച് തീർക്കാൻ വേണ്ടി.